ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ ഓമനപ്പേര് ടാസ്കിൽ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് തൻ്റെ നിലവാരം ആദ്യം തന്നെ പ്രേക്ഷകരെ അറിയിച്ചയാളാണ് അക്ബർ. അതിനുശേഷം രേണു സുധിയിൽ നിന്നും ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി അവരുടെ പുറകെ നടക്കേണ്ട അവസ്ഥ വരെയായി അക്ബറിന്. ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ അക്ബർ മുഖ്യ എതിരാളിയായി കണ്ടിരുന്നത് ഷാനവാസിനെയാണ്. ഷാനവാസിന് ഒരു ക്രെഡിറ്റും കിട്ടാതിരിക്കാനും ഷാനവാസിന് ഒരു മുൻകൈ കിട്ടാതിരിക്കാനും അക്ബർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അക്ബർ ചെയ്ത തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും രണ്ടുപേര് സംസാരിക്കുമ്പം ഉടനെ അവിടെ ഓടിയെത്തി അവിടെ പ്രകോപിതനായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അക്ബർ ചെയ്തുകൊണ്ടിരുന്നത്. ഹൗസിലെ രണ്ടുപേർക്ക് തമ്മിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവിടെ ഒരാൾ പ്രശ്നമുണ്ടാവും, ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു എന്ന് കണ്ടാൽ അപ്പോൾ അക്ബർ അവിടെ ചാടി വീഴും. എന്നിട്ട് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി സീൻ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് അക്ബർ കുറേ നാളായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ അനാവശ്യമായി അനീഷിനെ പില്ലോ വെച്ചെറിയുകയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ അക്ബറിൻ്റെ ഉമ്മയെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു. അതുപോലെ അക്ബറിൻ്റെ പാരഡി പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്തതോടെ അക്ബർ നൈസായി കളം മാറ്റി തുടങ്ങി. പിന്നീട് അനുമോളുടെ ഒരു വീഡിയോ കാണിച്ചു. അതായത് ആണുങ്ങളെല്ലാം ജിസേലിൻ്റെ പുറകെ നടക്കുന്ന മുണ്ണകളാണെന്നുള്ളൊരു വീഡിയോ കാണിച്ചതോടെ അക്ബർ നൈസായി അതിൽ പിടിച്ച് കയറാൻ തുടങ്ങി. അതായത് ശരിക്കും അവരൊക്കെ ജിസേലിൻ്റെ പാവാട വള്ളികളാണെന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിൽ പിന്നീട് ജിസേലിന് വേണ്ടി അനുമോൾക്കെതിരെ പാരഡി ഗാനം പാടുകയും അനുമോൾക്കെതിരെ ബുള്ളി ചെയ്യുകയും ചെയ്യുകയായിരുന്നു അക്ബറിൻ്റെ പരിപാടി. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഗ്യാങ്ങിനെ തന്നെ അവിടെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പാനി, ബിന്നി, റെന, ജിസേൽ, ആര്യൻ എന്നിവരെ അതിനുവേണ്ടി രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിൽ പലപ്പോഴും ജിസേലിനെതിരെ ഒരു വാക്ക് പോലും അക്ബർ ഉരിയാടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ സ്ഥിരമായിട്ടുള്ള ഈ പാരഡി പാട്ടും ആൾക്കാർക്കിടയിൽ ഒരു അരോചകമായി തീർന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ഈ വളർത്തിക്കൊണ്ട് വന്ന ഗ്രൂപ്പിനെ വെച്ച് ക്യാപ്റ്റൻസി ആണെങ്കിലും ജയിൽ നോമിനേഷൻ ആണെങ്കിലും അക്ബർ ഒരു മേൽക്കൈ നേടുകയാണ് ഉണ്ടായത്. ക്യാപ്റ്റൻസി നോമിനേഷൻസ് ഒന്നും പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് BB നിയമമെങ്കിലും അതൊക്കെ ലംഘിച്ച് ഇവർ ചർച്ച ചെയ്ത് ഇവരുടെ ഗ്രൂപ്പിന് മേൽക്കൈ നേടുന്ന തരത്തിലുള്ള ആൾക്കാരെ ക്യാപ്റ്റനായിട്ടും ജയിൽ നോമിനേഷൻസിലും ജയിലിലും ഒക്കെ വിടുന്ന ഒരവസ്ഥയാണ് കണ്ടത്. പിന്നെ ഷാനവാസുമായിട്ടുള്ള നേർക്കുനേർ അംഗം പലപ്പോഴും കയ്യാങ്കളിയിൽ വരെ എത്തിയിട്ടുണ്ട്. ബിഗ് ബോസ് പലപ്പോഴായി വാണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും അവർ കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനം നടന്ന ഒരു ഫൈറ്റിൽ ബിഗ് ബോസിൻ്റെ വാണിംഗ് മാനിച്ച് രണ്ടുപേരും കോംപ്രമൈസായി ഒന്നായി. അതോടെ ഷാനവാസും ഈ അടിമകളുടെ കൂട്ടത്തിൽ ഒരാളായി മാറി. ഷാനവാസ് അടിമയായപ്പോൾ വേറൊരാൾ വേണമല്ലോ ഫൈറ്റിന്. അപ്പോഴാണ് വൈൽഡ് കാർഡായി ജിഷിൻ എത്തിയത്. ഇപ്പോൾ ജിഷിനുമായിട്ടാണ് കയ്യാങ്കളിയെല്ലാം. ജിഷിൻ പണിപ്പുരയെ കയറിയെടുത്ത ഡ്രസ്സെല്ലാം വലിച്ചെറിഞ്ഞ് വലിയ സീൻ ക്രിയേറ്റ് ചെയ്തു അക്ബർ. അതേസമയം ലക്ഷ്മി ആര്യൻ്റെ ഡ്രസ്സ് വലിച്ചെറിഞ്ഞപ്പോൾ ആര്യനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഈ അക്ബർ. അതായത് ജിഷിൻ്റെ ഡ്രസ്സ് വലിച്ചെറിയുകയും ആര്യൻ്റെ ഡ്രസ്സ് വലിച്ചെറിഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന അക്ബറിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് ആര്യൻ ജിസേൽ വിഷയത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറിയ അക്ബറിൻ്റെ നല്ല മനസ്സിനെ ലാലേട്ടൻ വാഴ്ത്തിപ്പാടി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ജിസേലിൻ്റെയോ ആര്യൻ്റെയോ വിഷയം ആയതുകൊണ്ട് മാത്രമാണ് അക്ബർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. അക്ബർ ജിസേലിനും ആര്യനും വേണ്ടി വേറെ നിലപാടും ബാക്കിയുള്ളവർക്കെതിരെ വേറെ നിലപാടും എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു നല്ല പിള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആര്യൻ രേണുസുധിയെ പറ്റി പറഞ്ഞപ്പോൾ രേണുസുധി ചത്തുപോകുന്ന ഉള്ള തരത്തിലൊരു സംസാരം ഉണ്ടായപ്പോൾ അതിനൊക്കെ എതിർത്ത് താൻ ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കാനൊക്കെ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായി. അതുപോലെ പണിപ്പുര ടാസ്കിൽ ജിഷിനെടുത്ത ഡ്രസ്സ് വലിച്ചെറിഞ്ഞ് അതിലെന്താ പറയുക, അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളതുപോലെ ലാലേട്ടൻ ജിഷിന് തൻ്റെ ഓട്ടോഗ്രാഫ് വധിച്ച ഒരു ബനിയൻ കൊടുത്തു, ടീഷർട്ട് കൊടുത്തു. അതോടെ അക്ബറിൻ്റെ ഫ്യൂസ് പോയ പോലത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ജിഷിൻ തന്നെ തൻ്റെ എതിരാളിയെന്ന് അക്ബർ ഉറപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നൂതില ചെരുപ്പ് എന്നുള്ള ടാസ്കിൽ ജിഷിനെതിരെ ശക്തമായി പ്രകോപിതനായി അക്ബർ കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
അത് വെറും ഗെയിം മാത്രമായി തോന്നുന്നില്ല, ശരിക്കും ആ ഒരു പക ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള കളിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം കണ്ട അക്ബറിൽ നിന്നും ഇന്നലെ കണ്ട അക്ബറിൽ ഒരു മാറ്റവും ഇല്ല. ആ പ്രകോപിതനായി എന്താ പറയുക, വളരെ വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അക്ബർ കളിക്കുന്നത്. പിന്നെ ഇത്തവണ കിച്ചൺ ടീമിലുണ്ടായിട്ടും ജിസേലിൻ്റെ കടന്നുകയറ്റത്തെ ചോദ്യം ചെയ്യാതെ താൻ ജിസേലിൻ്റെ പാവാട വള്ളി തന്നെയാണെന്ന് 100 വട്ടം പ്രൂവ് ചെയ്തിരിക്കുകയാണ് അക്ബർ.